ഹേമന്തമെൻ കൈക്കുമ്പിളിൽ തൂവും നിലപ്പൂവു നീ പൂങ്കാറ്റ് നല്ല ശബ്ദമാണ്. ഒരു പ്രശ്നമില്ല, ശബ്ദത്തിന് ഒരിക്കലും കുറ്റം പറയില്ല. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നമുക്ക് തന്നെ നമ്മളോട് വിശ്വാസക്കുറവിൽ പാട്ടിലുണ്ട്. എത്ര എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എന്നനുരാഗതപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ. എത്ര സമുദ്രഹൃദന്തം ചാർത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവിൻ ദുഃഖബിന്ദുവോ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. പേര് കാവ്യ. കാവ്യ എന്താ ചെയ്യുന്നത്? ഞാൻ PG ചെയ്തോണ്ടിരിക്കുക MSW. വീട് എവിടെ? കറക്റ്റ് വീട് ഇവിടെ അടുത്ത് തന്നെ, ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ. കറക്റ്റ് കസ്തൂർബ സ്കൂളിന്റെ അടുത്തെന്ന് പറയും ഇവിടെ. ഒരേ ഇതന്നെ, നെടുപുഴ സ്ഥലം പറയുമ്പോ. ശരി. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മാമി ഉണ്ട്, അനിയത്തി ഉണ്ട്, ചേച്ചി പിന്നെ കല്യാണം കഴിഞ്ഞു. പാട്ടൊക്കെ പാടും വീട്ടിലെ? അമ്മാമി അമ്മയൊക്കെ നന്നായിട്ട് പാടിയിരുന്നു. അവരിങ്ങനെ ചെറുതിൽ ഇങ്ങനെ പാട്ടുകളൊക്കെ അവരിങ്ങനെ പാടി കേട്ടിട്ട്. എത്ര വർഷമായിട്ട് മ്യൂസിക് പഠിക്കുന്നുണ്ട്? ഞാൻ ഇവിടെ ഒരു 6ാം ക്ലാസ് ഒക്കെ തൊട്ട് വരുന്നുണ്ട്. ശരി. എത്ര വർഷമായിട്ട്? ടീച്ചറുടെ പേര് പറയൂ. പേര് മ്യൂസിക് പഠിപ്പിച്ച ടീച്ചർ ആര്യ ടീച്ചർ. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര്? ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് സംഗീതിക സംഗീത വിദ്യാലയം. ഓക്കെ. അപ്പോ ഈ സ്കൂൾ തലത്തിലൊക്കെ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാറില്ലേ? ഇല്ല, ഞാൻ കലോത്സവത്തിലൊന്നും ഇതുവരെ സ്കൂൾ സമയത്ത് പങ്കെടുത്തിട്ടില്ല. ആദ്യമായിട്ട് ഒരു 6ാം ക്ലാസ് മുതൽ പാട്ട് പഠിക്കുന്നതല്ലേ പറഞ്ഞത്? അപ്പൊ അങ്ങനെയാണ് സ്കൂൾ തലത്തില് എന്ത് പറ്റി കലോത്സവത്തിന് പങ്കെടുക്കാൻ പേടിച്ചിട്ടാണ്? പേടിയുണ്ടായിരുന്നു. ശബ്ദത്തിൽ തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ശബ്ദം ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മുടെ ശബ്ദം എങ്ങനെയാണോ ആ ശബ്ദത്തിനനുസരിച്ച് പാട്ടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. നന്നായി പാടുന്നുണ്ട് കേട്ടോ. ഈ പാട്ട് പാടലില്ല, അല്ലെങ്കിൽ ശബ്ദം ഇങ്ങനത്തെ ശബ്ദമാണെന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കരുത്. ഗാനമേള വേദികളുണ്ടെങ്കിലും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ ഇതുപോലെയുള്ള പാട്ടുകൾ പാടാൻ അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും കയറി പാടും. ഓക്കെ. ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പൊ കോളേജ് ആയപ്പോ ആദ്യമായിട്ടൊരു നാടൻപാട്ട് മത്സരത്തിന് പോയാന്ന് സമ്മാനം കിട്ടി. അപ്പൊ അന്ന് നാടൻപാട്ട് അറിയോ? നാടൻപാട്ട് പാടിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് വേറെ ഒരു പാട്ട് കൂടി പാടാം. ഏത് പാട്ടാണ്? ഹേമന്തം എന്ന് പറഞ്ഞിട്ട്, കോഹിനൂർ എന്ന് പറഞ്ഞിട്ട്.
കൈക്കുമ്പിളിൽ തൂവും നിലപ്പൂവു നീ പൂങ്കാറ്റുപോൽ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ കിളിപാടുന്ന പാട്ടിൻ്റെ കാതിൽ കളിയോതുന്ന നിൻ വാക്കുപോലും അതിലോലം അനുരാഗം തേന്മാരിയായി നിന്റെ മൗനവും മൊഴിഴ തുന്നിയേകവേ ഇന്നും ഈ വഴി കനവോടു കാത്തിരുന്നു ഞാൻ നിന്നിമിഷങ്ങളാനന്ദശലഭങ്ങളായി ഇൻ മഴവില്ലിനിതളോർമയാലെ നെഞ്ചിന്നൂഞ്ഞാലിൽ മെല്ലെ നിന്നെ എന്നും താരാട്ടാം ഊമൽ പൂവേ ആ ആ ലാ 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 ആ നന്നായി പാടിയുണ്ട്. ഒരു നമുക്ക് തന്നെ നമ്മളോട് വിശ്വാസക്കുറവിൽ പാട്ടിലുണ്ട്. നല്ല ശബ്ദമാണ്. ഒരു പ്രശ്നമില്ല, ശബ്ദത്തിന് ഒരിക്കലും കുറ്റം പറയില്ല. ഈ പാട്ടൊക്കെ നന്നായി പാടി, പക്ഷെ നമ്മളൊരു ധൈര്യക്കുറവ് എനിക്ക് കാണുന്നു, അത്രേ ഉള്ളൂ. അത് ശരിയാക്കി കളഞ്ഞുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും സന്തോഷം. 2 പാട്ട് പാടി, ഗംഭീര പാട്ടാണ്.